MLA ജംഗ്ഷനിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് കൈ കാണിച്ചാൽ നിർത്തിയില്ലെങ്കിൽ ഡ്രൈവർക്ക് എന്ത് സംഭവിക്കും? പത്തനംതിട്ട ഡിപ്പോയിൽ എറണാകുളത്ത് നിന്നും സ്ഥലം മാറി വന്ന ഡ്രൈവർ MLA ജംഗ്ഷനിൽ കൈ കാണിച്ചപ്പോൾ നിർത്താതെ പോയ ദിവസം ഒരിക്കലും മറക്കില്ല. ഒരു ചെറിയ പട്ടണത്തിൻ്റെ ഛായ പോലുമില്ലാത്ത സ്ഥലമാണ് വാളകം MLA ജംഗ്ഷൻ. യാത്രക്കാരൻ കൈ കാണിച്ചിട്ടും പുള്ളി ബസ് നിർത്താതെ വിട്ടുപോയി. കോട്ടയം വരെ പോകേണ്ടതല്ലേ, പിന്നാലെ വരുന്ന ബസ് നിർത്തിക്കോളുമെന്ന് ഡ്രൈവർ വിചാരിച്ചു കാണും. പക്ഷേ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഡിപ്പോയിലെത്തിയപ്പോഴാണ് കളി കാര്യമായത്. MLA ജംഗ്ഷൻ KSRTC മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വീടിനടുത്ത സ്റ്റോപ്പാണെന്നും ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ മുൻ മന്ത്രിയുമായ R ബാലകൃഷ്ണപിള്ള MLA ആയ 70കൾ മുതൽ ഇവിടെ എല്ലാ ബസ്സുകൾക്കും സ്റ്റോപ്പുണ്ടെന്നും ഡ്രൈവർ അറിഞ്ഞില്ല. യാത്രക്കാരൻ വിടാൻ തയ്യാറായില്ല. ഡ്രൈവറെ തിരഞ്ഞ് പത്തനംതിട്ട ഡിപ്പോയിൽ പരാതി അറിയിച്ചു. ഒടുവിൽ കളി കാര്യമാകുമെന്ന് മനസ്സിലായ ഡ്രൈവർ അബദ്ധം പറ്റിയതാണെന്നും മുകളിൽ പരാതിപ്പെടരുതെന്നും പറഞ്ഞു. അലിവ് തോന്നിയ യാത്രക്കാരൻ സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന വെച്ചു. 50 പ്രാവശ്യം എംബോസിഷൻ എഴുതി തരണം. MLA ജംഗ്ഷനിൽ സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പുണ്ടെന്ന് എംബോസിഷൻ എഴുതി വാട്സപ്പിൽ ഇട്ടുകൊടുത്ത് ഡ്രൈവർ തടിയൂരി. സ്റ്റോപ്പുകളിൽ യാത്രക്കാരന് കൈ കാണിച്ചാൽ ബസ് നിർത്തണമെന്ന നിർദ്ദേശം മന്ത്രിയുടെ സ്വന്തം സ്റ്റോപ്പിലാണ് ഡ്രൈവർ ലംഘിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ അറിവില്ലാതെ അല്ല, എല്ലാ ബസ്സിനും ഇവിടെ വളകത്ത് MLA ജംഗ്ഷനിൽ വളകത്ത് 2 ജംഗ്ഷനുണ്ട്. MLA ജംഗ്ഷനുണ്ട്, വളകത്ത് മെയിൻ ജംഗ്ഷനുണ്ട്. ഈ 2 ജംഗ്ഷനിലും എല്ലാ വണ്ടിയും എത്ര ലോങ് കൂടി വരുന്ന വണ്ടി നിർത്താറുണ്ട്. നിർത്തിയില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നത് തെറ്റായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ. നമ്മളിവിടെ എല്ലാ ബസ്സും കേരളത്തിലോട്ട് മിന്നൽ എന്ന് പറയുന്ന ബസ് ഒഴിച്ച് നമ്മൾ നിർത്തുന്നത് കണ്ടിട്ടില്ല. ബാക്കി എല്ലാ ബസ്സും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പതിഷ്മ സാറിൻ്റെ പേരിലുള്ളൊരു ജംഗ്ഷനാണ് MLA ജംഗ്ഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ബസ്സും നിർത്തുന്നുണ്ട്. അല്ല, അതൊരു പക്ഷേ എന്താ പറയുന്നത്, പുള്ളിക്കാരനൊരു വേണം അത്യാവശ്യം. അതങ്ങനെ ഒരു പക്ഷേ അങ്ങനെ കാണാതെ പോയതായിരിക്കണം. നോട്ട് ദ പോയിന്റ് വാളകത്ത് MLA ജംഗ്ഷൻ. എനിക്ക് ഓർമ്മയുള്ള കാലഘട്ടം 1982. അതാണ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ബാലകൃഷ്ണ സാറ് ഈ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ സൂപ്പർ ഫാസ്റ്റ്, അന്ന് ഈ സൂപ്പർ എക്സ്പ്രസ് ഒരു പച്ചവണ്ടി ഉണ്ടല്ലോ, അതുൾപ്പെടെയുള്ള എല്ലാ ബസ്സുകൾക്കും പാളയം MLA ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട്. അത് തന്നെയല്ല, പാളയം MLA ജംഗ്ഷനിലും താഴെ ജംഗ്ഷനിലും ഒരു പോയിന്റ് ഒരേ ഫെയർ സ്റ്റേജ്. അതാണ് പാളയത്തിൻ്റെ അന്ന് മുതലേ ഉണ്ട്. അദ്ദേഹത്തിന് അറിയാതെ പറ്റിയതായിരിക്കും എന്നാണ് എൻ്റെ ധാരണ. പിന്നെ വണ്ടി ഓടി ഇവിടെ സ്റ്റോപ്പുണ്ട്. വണ്ടി ഓടി കൈ കാണിച്ചാൽ വണ്ടി നിർത്തും. പിന്നെ വെള്ളം അടിച്ചിട്ട് കൈ കാണിക്കുന്നവരുണ്ട്. ഓടി വരുന്ന ഡ്രൈവർക്ക് അറിയാം. ഓടി കയറി ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ വെള്ളം അടിച്ചിട്ട് റൈറ്റ് കയറ്റി ഡ്രൈവറെ കൊണ്ടുപോകും. ആ സമയം വരെ കെടുത്തിക്കാൻ നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യാത്ര നിർത്താൻ ഒരൊറ്റ വണ്ടിയില്ല. പച്ച വണ്ടി വരെ നിർത്തും ഇവിടെ. പച്ച വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ വണ്ടി, ഇപ്പൊ അത് മാറിപ്പോയി. സൂപ്പർ എക്സ്പ്രസ് അത് വരെ നിർത്താറുണ്ട്. അത് ബാലകൃഷ്ണ സാർ ഇവിടെ ബോർഡ് വെച്ചതാ, മനസ്സിലായോ? അന്ന് ഇവിടുത്തെ സ്റ്റോപ്പും ഇവിടുത്തെ പിന്നെ ഇതിന്റെ ഈ ടിക്കറ്റിന്റെ കണക്കും താഴെ ഇവിടെയും കറക്റ്റാ. ഇവിടുന്ന് തിരുവനന്തപുരം കയറുന്ന ഒരു വ്യക്തിക്ക് ഇവിടുന്നുള്ള ടിക്കറ്റാ, താഴെ നിന്ന് കയറുന്നതും ഇവിടുന്നുള്ള ടിക്കറ്റാ. വാളം പോയിന്റായത്, കറക്റ്റ് പോയിന്റായത് MLA കിട്ടും എന്ന് പറഞ്ഞുള്ള പേര് വന്നത് ബാലകൃഷ്ണ സാർ MLA ആയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്തുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പൊ ആ MLA ജംഗ്ഷൻ എന്ന പേര് സമയത്തിൽ വന്നതാ. അത് മാറ്റമൊന്നുമില്ല. ഇനിയുള്ള കാലം അത് തന്നെ. ഡ്രൈവറുടെ ഭാഗത്ത് യാതൊരു തെറ്റും നമ്മൾ പറയാൻ പറ്റത്തില്ല. ഞാനും അതിന്റെ 7 വർഷം വരെ KSRTC ഓടിയ വ്യക്തിയാണ്. അപ്പൊ അത് നമ്മളെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിടന്ന് ഇതിനകത്ത് ചൂടും കൊണ്ടും പഴുത്ത് ചന്തിയും പഴുത്താണ് വരുന്നത്. അവരിപ്പോ ചിലപ്പോൾ യാദൃശ്യ നിർത്താതെ അതിൽ വിട്ടങ്ങ് പോകും. അതിൽ വേറെ വണ്ടികൾ കുറെ വരുന്നുണ്ട്. അതപ്പോ പാവപ്പെട്ടവനെ കരുവാക്കാൻ അല്ലാത്ത വേറെ എല്ലാവരും ഒത്തി കയറിപ്പോ കൂടെ. ഇവർക്കൊന്നും ആരുടെയും ബുദ്ധിമുട്ട് അറിയത്തില്ലല്ലോ. വണ്ടിക്കാർക്ക് അറിയത്തില്ലല്ലോ. വണ്ടിക്കാരുടെ ബുദ്ധിമുട്ടില്ല അവർക്കല്ലേ അറിയാം. അവർക്ക് എത്രയോ കിലോമീറ്ററുകൾ ഓടി വരുന്ന വണ്ടികളാണ്. ഉറക്കൊഴിഞ്ഞും കാര്യങ്ങളും തന്നെ. അവർ ചിലപ്പോൾ ഒന്നും ചവിട്ടാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത സ്റ്റോപ്പ് അടുത്ത വണ്ടി വരും, കയറി പോകാമല്ലോ. ഈ കക്ഷി ഒറ്റയ്ക്കല്ലേ കൈ കാണിക്കുന്നത്. അതുകൊണ്ട് എത്രയോ പേര് കൈ കാണിച്ചിട്ട് അങ്ങനെ എവിടെല്ലാം ചവിട്ടണം. അതാ ഡ്രൈവർമാരെ കരുവാക്കാനുള്ള പണിയാണ്. അല്ലാതെ പാവപ്പെട്ട അവർക്ക് അറിയത്തില്ല. ഇപ്പം കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. കാണിച്ചില്ലെങ്കിലും ഇവിടെ കൊണ്ട് ചില വണ്ടികൾ ചവിട്ടിയിട്ടേ പോകും. അതുകൊണ്ട് പേടിച്ചാണ് തോന്നുന്നത്. അങ്ങനെ കാര്യങ്ങൾ പേടിയുണ്ട്, ഒരു ഇതുണ്ട്. ഡ്രൈവർക്ക് അറിയത്തില്ലായിരിക്കും. ദൂരനങ്ങളും വന്ന ആൾക്കാരായിരിക്കും. ഒരു പക്ഷേ അപ്പുറം സ്റ്റോപ്പ് ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ മന്ത്രിയുടെ വീട് തൊട്ടപ്പുറത്താണ് ആദ്യം മുതലെയുള്ള സ്റ്റോപ്പുകൾ. എല്ലാ ബസ്സിനും KSRTC സ്റ്റോപ്പുണ്ടോ? എല്ലാം നിർത്താറുണ്ട്. നിർത്താറുണ്ട്. MLA ആദ്യമായിട്ട് ഇവിടെ MLA ആയപ്പോഴാ MLA ജംഗ്ഷൻ എന്നുള്ള പേര് വന്നു. സാറേ മന്ത്രി MLA ആയപ്പോഴേ സാറ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ തന്നെ അതിന് മുമ്പേ അനുഭവിച്ചത്. MLA ആയിട്ടിരുന്നപ്പോഴേ ഉള്ള സ്റ്റോപ്പുകളാണ്. MLA ആയപ്പോഴേ ഉള്ള എല്ലാ വണ്ടിക്കും സ്റ്റോപ്പ്.
ഏത് സമയത്ത് നിർത്തും? ചില ആൾക്കാർ നിർത്തും, ചില ആൾക്കാർ നിർത്തത്തുമില്ല. പിന്നെ ലേഡീസൊക്കെ കൈ കാണിക്കാതെ നിർത്തുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. അല്ല പ്രായം ചെന്നവരോ ഒന്നും കൈ കാണിച്ചാൽ നിർത്താതെ പോകുന്നവരും ഉണ്ട്. ഒരു മൈൻഡ് പോലും ചെയ്യത്തില്ല, അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതൊരു അനുഭവമാണ്. ഇനിയിപ്പം പിന്നെ ഒരു അനുഭവം എന്നോ പറഞ്ഞാൽ തീരത്തില്ല, അത്രയുള്ള അനുഭവം തന്നെ ഇപ്പോഴത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നല്ല സ്പീഡ് വരുവാണെങ്കിൽ നിർത്തത്തില്ല, നല്ല അതേ സ്പീഡിലാണ് പോകും. കൈ കാണിച്ചാൽ നിർത്തില്ല. ആളുണ്ടെങ്കിൽ നിർത്തിയല്ല. ഇവിടെ സ്റ്റോപ്പുണ്ട്, എല്ലാ വണ്ടിയും നിർത്താറുണ്ട്. ചില ദിവസങ്ങളാണേ ഉള്ളൂ. ആ പേര് വന്നത് ഇവിടെ ആർ ബാലകൃഷ്ണൻ ആ